ഉണ്ണി പിറന്നതിൻ്റെ സന്തോഷത്തിൽ നമ്മുടെ ദേവയാനി ലഡുവൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കിനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് വരുവേ. എന്നിട്ട് കൊണ്ട് ജലജയ്ക്കും കൊടുക്കും കേട്ടോ. നേരത്തേക്ക് നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിനക്കൊരു ഉണ്ണി പിറന്നിട്ട് നീ എന്താ ഇവിടെ ഹോസ്പിറ്റലൊന്നും പോകാതെ ഇവിടെ നിന്ന് കറങ്ങുന്നത്? അവിടെ കനകയ്ക്കൊപ്പം നീയല്ലേ പോയി നിൽക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണെങ്കിലും നമ്മുടെ ലഡുവൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പല്ലൊക്കെ ഇറുമുന്നുണ്ട് നമ്മുടെ ജലജ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, പിന്നെ ഞാനും കൂടെ എന്തിനാണ് പോകുന്നതെന്ന് ഇങ്ങനെ ജലജ പറയുകയാണ്. ഇന്നത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എടി നിനക്ക് പ്രിയപ്പെട്ട മരുമകളായിരുന്നെങ്കിൽ നീ ഇപ്പോൾ അവിടെ പോയി നിൽക്കുകയല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അന്നേരത്തേക്ക് നമ്മുടെ ജലജ പറയുന്നുണ്ട്, അതെ അതെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അത് ഇഷ്ടപ്പെട്ട മരുമകളാണെങ്കിലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുവേ. ഇപ്പം നയന പ്രസവിച്ച് ആശുപത്രി കിടക്കുവാണെങ്കിൽ ഏട്ടത്തിൽ പോയി നിൽക്കുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അത് ഒരാളുടെ കുഞ്ഞല്ലല്ലോ ഉണ്ടായത്, നിൻ്റെ മോൻ്റെയും കൂടെ കുഞ്ഞല്ലേ, അപ്പം നിനക്ക് പോയി നിന്നൂടെ? ദേവയാനിയുടെ കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾ പോവുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ശരിയാ, ഞാൻ പോവുക തന്നെ ചെയ്യും, എൻ്റെ മകൻ്റെ കുഞ്ഞല്ലേ, നന്ദിയോടുള്ള എല്ലാ വിദ്വേഷവും മറന്നിട്ട് ഞാൻ അടുത്ത് പോകുമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരത്തേക്കും നമ്മുടെ കനക പറയുന്നുണ്ട്, നമ്മുടെ ജലജ പറയുന്നുണ്ട്, ശരിയാ, എല്ലാം കണ്ടു തന്നെ അറിയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ജലജ പറയുന്നുണ്ട്, ചന്തുമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛാ, ഇവിടെ വലിയൊരു ചുറ്റുമതിലൊക്കെ ഉള്ള വീടാണ്, ഇപ്പോൾ അയൽത്തുകാരും ആരും കണ്ടിട്ടില്ല, പക്ഷേ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ എല്ലാവരും ചോദിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്നെ അങ്ങനെ ഒരു അംഗീകാരം നടത്തി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞെങ്കിൽ ചന്തുമോളെയും ആ അംഗീകാരം നടത്തി കൊണ്ടുവന്നതിന് ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ കൊച്ചുമോളായിട്ട് തന്നെയാണ് ചന്തുമോളിനെ ഈ വീട്ടിൽ താമസിക്കുമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി ഈ വിഷയത്തിൽ ഒരു തർക്കമോ സംസാരമോ ഒന്നുമില്ല, നീ മര്യാദയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നോക്കുക എന്ന് ജലജയായിട്ട് പറയുന്നുണ്ട് മുത്തശ്ശൻ. ശരി, ഞാൻ പോകാമെന്ന് പറഞ്ഞ് ജലജ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ തോന്നുമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, പറ്റും, അമ്മയും അച്ഛനും എടുത്ത് വളർത്തിയ ജലജയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും മുത്തശ്ശി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദു ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും കൂട്ടുകാരി വന്നിട്ട് പറയുകയാണ്, ചേച്ചിയുടെ പ്രസവം കഴിഞ്ഞില്ലെന്നൊക്കെ ഇങ്ങനെ ചോദിക്കില്ലെന്ന് പറയും, ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയും കേട്ടോ. അതിനിപ്പം എത്രമാത്രം ടെൻഷൻ അടിക്കാനൊന്നുമില്ല, അതൊക്കെ നടക്കുന്ന കാര്യങ്ങളല്ലേ, അതൊക്കെ നല്ലതായിട്ട് നടക്കും. ഇപ്പം ചിന്തിക്കേണ്ടത് നമ്മുടെ പുതിയ ട്രെയിനറിനെ പറ്റിയിട്ടാണ്, അയാളൊരു മുരടനാണ്, മുഷ്കനാണ് എന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് പറയുമ്പോഴത്തേക്കിനാണ് നന്ദുവിനൊരു കോള് വരുന്നത്. നമ്മുടെ നയനയാണ് കേട്ടോ. വിഷമിക്കാനൊന്നുമില്ല കേട്ടോ, സന്തോഷ വാർത്തയാണ്, ചേച്ചി പ്രസവിച്ചു, ആൺകുട്ടിയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നന്ദുവിന് നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പിന്നീട് നമ്മുടെ നയനെ ചോദിക്കുന്നുണ്ട്, മോക്കവിടെ കുഴപ്പമൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് കുറേ ആൾക്കാരെയും കൂടെ വിളിക്കാനുണ്ട്, ചേച്ചി ഫോൺ കട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഫോണൊക്കെ വെക്കുന്നുണ്ട്. അപ്പം നിനക്ക് ഇന്ന് രാത്രിയും സന്തോഷത്തോടു കൂടി കിടന്ന് ഉറങ്ങാൻ പറ്റുമല്ലേ, പക്ഷേ എൻ്റെ കാര്യം ഭയങ്കര പരിങ്ങല്ലാന്ന് നന്ദൻ്റെ കൂട്ടുകാർ പറയണം. അതെന്താന്ന് ചോദിക്കുമ്പോൾ പറയും, ആ ട്രെയിനറെ പുതിയ ആൾക്കാർ ഭയങ്കര വിരുദ്ധനാണ്, ഒന്നും നടക്കുമെന്ന് തോന്നില്ല, നിനക്ക് എന്താണെങ്കിലും പാടൊന്നും കാണത്തില്ല, നീ ക്യാമ്പിലെ തന്നെ പുതിയ ട്രെയിനിയല്ലേ, പുതിയ ഏറ്റവും വലിയ ആളല്ലേ, നിന്നെ അയാൾക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും, പക്ഷെ ഞങ്ങളുടെ കാര്യം പരിങ്ങല്ല എന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാർ പറയുകയാണേ. എത്ര ചെറിയ തെറ്റ് കണ്ടെന്നാലും അതിനെയൊക്കെ പെരുപ്പിച്ച് കാണിക്കും ആ നാഗേന്ദ്രൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറയുന്നുണ്ട്, പേരിലെ നാഗമാണല്ലോ, അപ്പോൾ നാഗേന്ദ്രൻ എന്ന് പറയുമ്പോഴത്തേക്കിനും പറയുന്നുണ്ട്, പേരിൽ മാത്രമല്ല ഫിഗറിലും അങ്ങനെ തന്നെയാണ്, പ്രവൃത്തിയിലും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ഞാൻ 4 മണിക്ക് എണീച്ച് റൗണ്ടിലോടി എക്സസൈസും കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് നീ എണീക്കുന്നത്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതാണ് നിൻ്റെ കുഴപ്പം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ട്രെയിനർമാരെയും പേടിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് ഞാൻ നന്ദു പറയുമ്പോഴത്തേക്കിനും കൂട്ടുകാർ പറയുന്നുണ്ട്, നാളെ തൊട്ട് ഞാനും എണീക്കാം, ഇല്ലെങ്കിൽ ഇപ്പോൾ കാര്യം നടക്കൂല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ നയനയും അതുപോലെ കനകയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നയനയുടെ മുഖത്ത് സന്തോഷമൊന്നും കാണുന്നില്ല കേട്ടോ. മോക്കെന്താ ഒരു സന്തോഷം ഇല്ലാത്ത എന്നൊക്കെ കുഞ്ഞുങ്ങളെ ആലോചിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയേ അല്ല എന്നൊക്കെ പറയും കേട്ടോ. അന്നത്തേക്കും നമ്മുടെ അഭിയും ആദർശവും ലഡുവൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എല്ലാവർക്കും ലഡുവൊക്കെ കൊടുക്കുന്നുണ്ടോ കേട്ടോ. അങ്ങനെ ലഡുവൊക്കെ എല്ലാവരും എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റർ വന്നിട്ട് കുഞ്ഞിനെ കാണിക്കുകയാണേ. അതാ മോന് വന്നു, കുഞ്ഞു വന്നു എന്നും പറഞ്ഞിട്ട് നമ്മുടെ കനക ഓടി ചെന്നിട്ട് ഇങ്ങനെ കുഞ്ഞിനെ എടുക്കും കേട്ടോ. നല്ലൊരു തക്കടും മുണ്ടൻ കുഞ്ഞാണ്, ആൺകുട്ടിയാണ്. എന്നിട്ടിങ്ങനെ കനകയുടെ കയ്യിലൊക്കെ എടുക്കും കേട്ടോ. അഭിമാനം നോക്ക് എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അയ്യോ വേണ്ടെന്നൊക്കെ പറയുവേ. എന്താണെങ്കിലും അവസാന മാസങ്ങളിൽ അഭിമുഖം നല്ല സന്തോഷം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനൊരു നല്ല കുഞ്ഞിനെയൊക്കെ കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ നയനയും പറയേ. ഏതൊക്കെയായാലും
ആ ഒരു സന്തോഷം കാണിച്ചത് നന്നായി മോനെ എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയും കേട്ടോ. എന്താണെങ്കിലും സന്തോഷമായെന്നൊക്കെ പറയുമ്പോൾ അഭി പറയുന്നുണ്ട് എന്നാലും എനിക്ക് അത്ര സന്തോഷമൊന്നുമില്ല, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയേ. അന്നേരം ആദർശ് പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതൊക്കെ ഞാൻ പരിഹരിച്ച് തരാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അഭിക്ക് ഇത്തിരി സന്തോഷം വരുന്നുണ്ട്. നിൻ്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടല്ലോ, അതുകൊണ്ടേ ഇനി എല്ലാത്തിലും ഒരു മാറ്റം ഉണ്ടാവും എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും അബിക്ക് പെട്ടെന്നൊരു കോൾ വരുവേ. നോക്കുമ്പോഴത്തേക്കിനും പോലീസുകാരനാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയോ എന്നൊക്കെ ഇങ്ങനെ പോലീസുകാരൻ ചോദിക്കുമ്പോഴത്തേക്കിനും ഇല്ല കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് കാണാൻ പോയല്ലെന്നുള്ള പ്രഷറുണ്ട്, മുത്തശ്ശൻ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്നേരത്തേക്കിനും ഇല്ല നമുക്ക് അതിനുള്ള പരിഹാരം കാണാമെന്നൊക്കെ പറയും കേട്ടോ. എൻ്റെ ഭാര്യയുടെ ഡെലിവറി ആയിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അപ്പോൾ സന്തോഷ വാർത്തയാണല്ലോ, ഞങ്ങൾക്ക് സന്തോഷമൊന്നും ഇല്ല എന്നൊക്കെ ചോദിക്കും കേട്ടോ. അതിന് കുഴപ്പമില്ല സാറേ, നമുക്ക് ഇന്ന് തന്നെ കാണാമെന്നൊക്കെ പറയുവേ. എന്നിട്ട് അപ്പോൾ ആദർശിൻ്റെ അടുത്ത് ചെന്നിട്ട് ആദർശിനെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകും കേട്ടോ. വാന്ന് വിളിച്ചിട്ട് അപ്പോഴത്തേക്കിനും കനക പറയുന്നുണ്ട് അഭിമോൻ്റെ മുഖത്തൊരു സന്തോഷമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് വേറൊന്നും അല്ല, അവനിപ്പോൾ കമ്പനിയിൽ ഒരു എംപ്ലോയി ആണല്ലോ, അതുകൊണ്ടുള്ള സങ്കടമാണ്, അത് ആദർശേട്ടൻ പറഞ്ഞല്ലോ മാറ്റി കൊടുക്കാമെന്ന്, ഇനി എല്ലാം ശരിയാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏട്ടനറിയാലോ എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് പോകുന്നത്, ഇപ്പം ഡെലിവറിയുടെ പൈസ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ഏട്ടാ നിനക്ക് വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്ത് തന്നോളാം, ഇപ്പം നിൻ്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടുതന്നോളാം, പിന്നെ ഹോസ്പിറ്റലിൽ ചിലവൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ തന്നെയല്ല നിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഞാനും മുത്തശ്ശനും കൂടെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കൊച്ചുമക്കളിൽ ആദ്യമായിട്ട് അച്ഛനായത് നീയാണ്, അതിൻ്റെ ഒരു പക്വതയൊക്കെ നിനക്ക് വേണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അഭി പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഉപദേശം മനസ്സിൽ പറയുകയാണേ, എത്രയും പെട്ടെന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യടാന്നിങ്ങനെ മനസ്സിൽ പറയും കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ ആദർശ് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യും, ഒരു മെസ്സേജിൻ്റെ സൗണ്ടൊക്കെ വരും കേട്ടോ. പിന്നെ നമ്മുടെ നയനയും കനകയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ ഒരാൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്, അമ്പലത്തിലാണ് ഗോവിന്ദേട്ടൻ. അന്നത്തേക്ക് നമ്മുടെ നയന പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അച്ഛനാണ് ആദ്യം അച്ഛനാണ് എല്ലാം ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അഭിയെ 3 ബ്രാഞ്ചിൻ്റെ നേതൃത്വം കൊടുത്തത് അവന് കഴിവും പ്രാപ്തിയൊന്നും ഉണ്ടായിട്ടല്ല, അവൻ സത്യസന്ധനായതുകൊണ്ടാണ്. അഭി അങ്ങനെ കാണിക്കാഞ്ഞത് കൊണ്ടാണ് അവനെ എടുത്ത് മാറ്റിയത്. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇവിടുന്ന് ചെന്ന് കഴിയുമ്പോൾ തന്നെ മുത്തശ്ശനുമായിട്ടൊന്ന് സംസാരിക്കണം, എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുവാണേ. അഭിമോനെ എന്തൊക്കെ ചെയ്തെന്നാലും അവന് ശമ്പളം കൂട്ടി കൊടുത്തു കുഴപ്പമൊന്നുമില്ല, പക്ഷേ എല്ലാ നോട്ടവും അഭിമോനെ ഏൽപ്പിക്കരുത്, ആദർശമോൻ തന്നെ നോക്കി നടത്തണം, അപ്പോൾ എല്ലാവർക്കും അതിന് ഗുണം ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട് ഇപ്പം തന്നെ 10-20ഓളം ബ്രാഞ്ചുകളുണ്ട്, കേരളത്തിന് വെളിയിലുമുണ്ട്, എല്ലാം കൂടെ ആയി കഴിയുമ്പോഴത്തേക്കിനും ഒറ്റയ്ക്കൊന്നും നോക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുകയാണേ. അവയ്ക്കിപ്പം നല്ല മാറ്റമുണ്ട്, എന്താണെങ്കിലും അവൻ്റെ അമ്മയുടെ വാക്കുകളൊന്നും അവനിപ്പം മുഖവിലയ്ക്ക് എടുക്കുന്നില്ല, അതുതന്നെ വലിയൊരു മാറ്റമല്ലേ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. എന്നാൽ ആദർശേട്ടൻ പൊക്കോ, ഞാൻ ഇവിടെ ചേച്ചീനെ വാർഡിലോട്ട് മാറ്റിയിട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ, എന്നാൽ പിന്നെ എന്താവശ്യമാണെങ്കിലും വിളിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പോലീസുകാരനെ അഭി വന്ന് കണ്ടിട്ട് പറയുന്നുണ്ട് വീടിൻ്റെ പരിപാടിയൊക്കെ നടക്കുകയല്ലേ, ഒരു 2 ലക്ഷം രൂപ ഞാൻ ട്രാൻസ്ഫർ ആക്കിയിട്ടുണ്ടെന്ന് പറയേ. 2 ലക്ഷം ഒന്നും എന്നാ എടുക്കാനോ, അതുകൊണ്ടൊന്നും ഒന്നും ആവില്ല എന്ന് പറയേ. അന്നേരത്തേക്കിനും പറയുന്നുണ്ട് വീടിൻ്റെ പണി നടക്കട്ടെ, ബാക്കി പിന്നെ നോക്കാമെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഇപ്പം ആദർശേട്ടനെ ഞാനൊന്ന് ചെറിയൊരു കുരുക്കിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാനിങ്ങനെ നിവർന്ന് നിൽക്കുന്നത് തന്നെ എന്നൊക്കെ പറയാം. ആദർശ് നിൻ്റെ ഏട്ടൻ മുതശ്ശിനെ പോലെ തന്നെയാണെന്നാണല്ലോ കേട്ടിട്ടുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുവേ. അന്നേരത്തേക്കിനും പറയും ആദർശം കൂടുതലുള്ളതുകൊണ്ട് തന്നെയാണല്ലോ ചെറിയൊരു പരിക്ക് പറ്റിയിരുന്നാലും പെട്ടെന്ന് ഏൽക്കുന്നത്, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഏട്ടൻ്റെ അവസ്ഥ. സത്യം പറഞ്ഞാൽ ഞാനില്ലാതെ ഏട്ടനിപ്പം നിലനിൽപ്പ് പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം നല്ല കാര്യങ്ങളായിരിക്കുമല്ലോ നടക്കാൻ പോകണം, ഇനിയിപ്പോൾ ആ തിരിമറികളുടെ എണ്ണം കൂടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പോലീസുകാരൻ പറയും കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാജാവാണ്, ബാക്കിയൊക്കെ എല്ലാം എൻ്റെ കയ്യിലായിരിക്കും, ഇപ്പോൾ ഏതാണ്ട് ശുക്രൻ തെളിഞ്ഞ മാതിരിയാണ് എനിക്ക്, ഇപ്പോൾ എന്താണെങ്കിലും ഇനി ബ്രാഞ്ചും കൂടെ എന്നെ ഏൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മുത്തശ്ശനും ആദർശം കൂടി ഒന്ന് സംസാരിക്കുകയാണ്, നമ്മുടെ അഭി ഉണ്ട് കേട്ടോ. ഇപ്പം നീ പറഞ്ഞാൽ ശരിയാണ്, ഇവനൊരു കുഞ്ഞിൻ്റെ അച്ഛനായി, അപ്പം ചിലവുകൾ കൂടും, എന്താണെങ്കിലും അവന് പ്രാപ്തമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നീ എന്ത് പറഞ്ഞാലും നമുക്കത് ചെയ്യാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവിടെ ആദർശ പറയുന്നുണ്ട് എനിക്ക് സന്തോഷമാണ് മുത്തശ്ശ, ഞാൻ അങ്ങോട്ടേക്ക് പറയാൻ നിൽക്കുന്നതിന് മുത്തശ്ശൻ പറയാതെ എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ ചിരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിന് ഇങ്ങനെ കണക്ക് കാണിക്കുന്നുണ്ട്. മോനെ നീയാണിപ്പോൾ മോർട്ടിസ് ഗ്രൂപ്പിൻ്റെ MD, അപ്പോൾ നിനക്ക് എന്ത് അധികാരവും എന്ത് കാര്യങ്ങളും ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരം നിനക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്.
ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിട്ട് ഞാനിരിക്കുക എൻ്റെ വാക്കുകൾക്കൊന്നും പ്രാധാന്യം കൽപ്പിക്കേണ്ടതെന്ന് മുത്തശ്ശൻ പറയുമ്പോഴത്തേക്കിന് ആദർശ് പറയും, മുത്തശ്ശൻ ഇനി ഒരുപാട് നാളിങ്ങനെ ഇരിക്കുമെന്ന് പറയുവേ. അന്നേരം അഭയം പറയുന്നുണ്ട് കേട്ടോ, അതെ ഞങ്ങൾക്ക് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ അഭയം പറയുവേ. എന്നാൽ പിന്നെ അടുത്ത മാസം 1-ാം തീയതി തൊട്ട് അടുത്ത ബ്രാഞ്ച് ഇവനെ ഏൽപ്പിക്കണമെന്ന് പറയേ. മുത്തശ്ശന് മുന്നിൽ ഞാനിപ്പോൾ ഒരു തെറ്റുകാരൻ തന്നെയാണ്, ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ലെങ്കിൽ പോലും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ തെറ്റുകാരനല്ലെന്ന് തെളിയിക്കാൻ വളരെ എളുപ്പമാണ് എന്നിങ്ങനെ പറയും കേട്ടോ. എനിക്കതല്ല, ഇപ്പം മുത്തശ്ശിയും നയനയും നിൻ്റെ അമ്മയും എല്ലാവരും ആ കുഞ്ഞുമായിട്ട് വളരെയധികം അടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, അത് ശരി ശരി തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ടൊരു കുഞ്ഞില്ലാതിരുന്നൊരു വീട്ടിലോട്ട് കുഞ്ഞ് വന്നപ്പോൾ അതിൻ്റെതായ സന്തോഷം എല്ലാവർക്കും ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. മുത്തച്ഛനും മുത്തശ്ശിയും ആ കുഞ്ഞിനെ ഏറ്റെടുത്തു എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഈ കുടുംബത്തിൽ എല്ലാവരും ഏറ്റെടുത്തു, ഞാനും ഏറ്റെടുത്തു. നല്ല കുട്ടിയാണ് ചന്തുമോള്, പക്ഷേ എൻ്റെ കൈകൾ എനിക്ക് ശുദ്ധമാക്കേണ്ടേ എന്നിങ്ങനെ ആദർശ് പറയുമ്പോഴത്തേക്കിനും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവൻ്റെ അമ്മേനെ നമ്മൾ ഏറ്റെടുത്ത പോലെ കുഞ്ഞുമോളെ ഞങ്ങളും ഏറ്റെടുത്ത് കഴിഞ്ഞു, ഇനി ആ കുഞ്ഞിനെ വിട്ട് കളയത്തില്ല, അതുകൊണ്ട് ഇത് പിടിയുന്നൊരു അന്വേഷണം വേണ്ടെന്ന് ഞാൻ പറയുന്നതെന്ന് മുത്തശ്ശൻ ആദർശിൻ്റെ അടുത്ത് പറയുമ്പോഴാണ് നമ്മുടെ അഭിക്ക് ഇത്തിരി സന്തോഷമൊക്കെ വരുന്നത്. കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയണമെങ്കിൽ അതിനൊരു DNA ടെസ്റ്റ് നടത്തിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ അഭിക്ക് ടെൻഷനാവുന്നുണ്ട്. അന്നേരത്തേക്കിനും അത് ഇവിടുത്തെ കൊച്ചുമോൻ്റെ കുട്ടിയാണെന്നല്ലേ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ അഭി പറയുമ്പോഴത്തേക്കിനും അതവർ വെറുതെ പറഞ്ഞതാണെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുവേ. അന്നേരത്തേക്കിന് അഭി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. നിനക്ക് ഇപ്പോൾ ഒരു കുഞ്ഞു ജനിച്ച സമയമാണ്, നീ അതിൻ്റെ പക്വത കാണിക്കണം. ശരി മുത്തശ്ശാന്നും പറഞ്ഞിട്ട് നമ്മുടെ അഭി അവിടെ നിന്ന് ഇങ്ങനെ എണീച്ച് പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.